ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബികോം സെമസ്റ്റർ 1 മാനേജീരിയൽ എക്കണോമിക്സിലെ മൊഡ്യൂൾ 2-ലെ തേർഡ് പാർട്ടാണിത്. അപ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോസൊക്കെ ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്കുകൾ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പോയിട്ട് അത് കാണാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർട്ട് കണ്ടു കഴിഞ്ഞ ശേഷം മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണാം. എങ്കിലും നിങ്ങൾക്ക് ലിങ്ക് ചെയ്തിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. സോ ആദ്യം പോയിട്ട് ആ രണ്ട് പാർട്ടും കാണാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ഇൻ ടേംസ് ഓഫ് യൂട്ടിലിറ്റി അനാലിസിസ്. എന്താണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്നും അതുപോലെ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി, ആ ലോയിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്താണെന്ന് നോക്കാം. The objective of every consumer is to get the maximum satisfaction from spending his or her limited income. ഏതൊരു കൺസ്യൂമറുടെയും ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ഇൻകം ചിലവാക്കുന്നത് വഴി മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുക എന്നുള്ളതാണ് ഏതൊരു കൺസ്യൂമറുടെയും ഒബ്ജക്റ്റീവ്. അത് നമുക്കറിയാമല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഏതൊരാളും കടയിൽ പോയിട്ട് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കൊമോഡിറ്റി വാങ്ങിക്കുമ്പം അവർ മുടക്കുന്ന കാശിനനുസരിച്ചുള്ള റിസൾട്ടും അതിനുണ്ടാവണം, അല്ലെങ്കിൽ അവർക്ക് അത് ഉപയോഗിക്കുന്നത് വഴി മാക്സിമം സാറ്റിസ്ഫാക്ഷൻ, പൂർണ്ണമായിട്ടുള്ള തൃപ്തി ലഭിക്കണമെന്നാണ് ഏതൊരു കൺസ്യൂമറും ആഗ്രഹിക്കുന്നത്. ഹി വുഡ് ലൈക്ക് ടു സ്പെൻഡ് ഹിസ് ഓർ ഹെർ ലിമിറ്റഡ് ഇൻകം ഓൺ എ കൊമോഡിറ്റി ഓർ സെവറൽ കൊമോഡിറ്റീസ് ഇൻ സച്ച് എ വേ ടു ഗെറ്റ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഒരു കൺസ്യൂമർ അയാൾക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അയാളുടെ ഇൻകം ചിലപ്പോൾ ഒരു കൊമോഡിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും സ്പെൻഡ് ചെയ്യുക, ചിലപ്പോൾ സെവറൽ കൊമോഡിറ്റീസിന് വേണ്ടിയിട്ട് ഇൻകം സ്പെൻഡ് ചെയ്തെന്ന് വരും. അപ്പോൾ നമുക്ക് എന്തിനു വേണ്ടി സ്പെൻഡ് ചെയ്താലും, ഒരു കൊമോഡിറ്റിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്താലും ഒന്നിൽ കൂടുതൽ കൊമോഡിറ്റീസിന് വേണ്ടിയിട്ട് പണം മുടക്കിയാലും നമ്മുടെ എയിം എന്താണ്? എപ്പോഴും മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുക എന്നുള്ളതാണ് ഏതൊരു കൺസ്യൂമറുടെയും ആഗ്രഹം. വെൻ ഹി ഗെറ്റ്സ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഹി സെഡ് ടു ബി ഇൻ ഇക്വിലിബ്രിയം. അപ്പോൾ എന്താണ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കൺസ്യൂമറിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടിയാൽ അയാൾ മുടക്കിയ പണത്തിനനുസരിച്ചുള്ള മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഒരു കൺസ്യൂമറിന് കിട്ടിയാൽ അപ്പോൾ നമുക്ക് പറയാം എന്ത്? ആ കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, ഏതൊരു കൺസ്യൂമറുടെയും എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അയാൾ ചിലവാക്കുന്ന ഇൻകത്തിനനുസരിച്ച് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ആ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് വഴി ലഭിക്കണം എന്നാണ് ഏതൊരു കൺസ്യൂമറും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു കൺസ്യൂമറിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ, ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് വഴി മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് പറയാം എന്ത്? ആ കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് നമുക്ക് പറയാം. ദിസ് ക്യാൻ ബി ഡിറ്റർമൈൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് 3 ഫണ്ടമെൻ്റൽ ലോസ്. അപ്പോൾ കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിലാണോ അല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രധാനമായിട്ട് ഉപയോഗിക്കാവുന്ന 3 ലോസാണ് ഇവിടെ പറയുന്നത്. ആ 3 ലോസ് ഏതൊക്കെയാണ്? ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി, ലോ ഓഫ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി, കൺസ്യൂമർ സർപ്ലസ് കോൺസെപ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മളിനി നോക്കാൻ പോകുന്നത് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. എന്താണ് ആ ലോ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് ആസ് കൺസ്യൂമർ കൺസ്യൂംസ് മോർ ആൻഡ് മോർ യൂണിറ്റ് ഓഫ് എ കൊമോഡിറ്റി ഈച്ച് സക്സസീവ് യൂണിറ്റ് ഗീവ്സ് ഹിം ലെസ്സർ ആൻഡ് ലെസ്സർ സാറ്റിസ്ഫാക്ഷൻ. അതായത് ഈ ഒരു ലോ പറയുന്നത്, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഈ ഒരു ലോ നമ്മളോട് പറയുന്നത്, ഒരു കൺസ്യൂമർ ഒരു കൊമോഡിറ്റിയുടെ കൂടുതൽ യൂണിറ്റ്സ് ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഓരോ സക്സസീവ് യൂണിറ്റും കൺസ്യൂമറിന് ലെസ്സർ സാറ്റിസ്ഫാക്ഷൻ നൽകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അതിനൊരു എക്സാമ്പിളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക, ഒരു കൊമോഡിറ്റിയുടെ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഒരു കൺസ്യൂമർ യൂസ് ചെയ്യുമ്പം ഓരോ യൂണിറ്റും, ഓരോ സക്സസീവ് യൂണിറ്റും കൺസ്യൂമറിന് ലെസ്സർ സാറ്റിസ്ഫാക്ഷൻ ആണ് നൽകുന്നത്. ഓരോ യൂണിറ്റ് ഉപയോഗിക്കുന്നതിനനുസരിച്ച് കൺസ്യൂമറുടെ സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ ഒരു ലോ പറയുന്നത്. Okay, this law explains consumer behavior in terms of consumption of a commodity. അപ്പോൾ ഒരു കൊമോഡിറ്റിയുടെ കൺസംഷൻ, അതായത് ഒരു കൊമോഡിറ്റിയുടെ ഉപയോഗം, അതിനനുസരിച്ച് കൺസ്യൂമർ ബിഹേവിയർ എങ്ങനെയാണ് എന്ന് കാണിക്കാൻ ഈ ഒരു ലോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. When more and more units of commodity consumed, total utility from the commodity increases at a diminishing rate
ആൻഡ് മേ ബിക്കം നെഗറ്റീവ്. അതായത് ഒരു കൊമോഡിറ്റിയുടെ കൂടുതൽ യൂണിറ്റ്സ് ഒരു കൺസ്യൂമർ ഉപയോഗിക്കുമ്പം ടോട്ടൽ യൂട്ടിലിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു? ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ആവുന്നു. ഒരു ഡിമിനിഷിങ് റേറ്റിൽ ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ആവുന്നു. അതിനുശേഷം അത് നെഗറ്റീവായി മാറുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോയിൽ ടോട്ടൽ യൂട്ടിലിറ്റിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാണ് ഡിമിനിഷിങ് റേറ്റിൽ ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ആവുന്നു. അതിനുശേഷം അത് നെഗറ്റീവായി മാറുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ടുണ്ടാവില്ല. ഇനി നമ്മളൊരു നല്ലൊരു എക്സാമ്പിൾ നമ്മൾ പറയുന്നുണ്ട് എന്താണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്നുള്ളത്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. The law states that from the first unit an individual gets the greatest satisfaction. അതായത് ഈ ഒരു ലോ പറയുന്നത് ഒരു കൊമോഡിറ്റിയുടെ ഫസ്റ്റ് യൂണിറ്റ് ഉപയോഗിക്കുമ്പോഴാണ് കൺസ്യൂമറിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുക, അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ, ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക ഒരു കൊമോഡിറ്റിയുടെ ഫസ്റ്റ് യൂണിറ്റ് ഉപയോഗിക്കുമ്പോഴാണ് എന്നാണ് ഈ ഒരു ലോ പറയുന്നത്. ഇനി നമ്മൾ അതിനുള്ളൊരു എക്സാമ്പിളാണ് നോക്കാൻ പോകുന്നത്. വളരെ ഈസിയാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ ലോ എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, ലെറ്റ് us assume that a man is very hungry. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, ഒരാൾ നല്ല വിശന്നിരിക്കുകയാണ്. ഇൻ ഓർഡർ ടു സാറ്റിസ്ഫൈ ഹിസ് ഹംഗ്രി ഹി ഗോസ് ഓൺ ഈറ്റിംഗ് ദ മാംഗോസ് വൺ ആഫ്റ്റർ അനദർ. അപ്പോൾ അയാൾക്ക് ഒരുപാട് മാങ്ങകൾ കിട്ടി കേട്ടോ, കുറേ മാങ്ങ കിട്ടി. അപ്പോൾ അയാളുടെ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് ഈ മാങ്ങകൾ ഓരോന്നായിട്ട് കഴിക്കാൻ തുടങ്ങി. The first mango gives him greatest amount of satisfaction or utility. നമുക്കറിയാം നല്ല വിശന്നിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാൾക്ക് മാങ്ങ കിട്ടുമ്പോൾ അയാൾ കഴിക്കുന്ന ആദ്യത്തെ മാങ്ങ തന്നെ അയാൾക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ നൽകിയില്ലേ അല്ലേ? അപ്പോൾ ഇവിടെ ഒരു കൊമോഡിറ്റിയുടെ ഫസ്റ്റ് യൂണിറ്റാണ് അയാൾ കഴിച്ചത്. ആദ്യത്തെ മാങ്ങ കഴിച്ചപ്പോൾ അയാൾക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ നൽകി. നല്ല വിശന്നിരിക്കുമ്പം വയറ്റിലേക്ക് ഒരു മാങ്ങ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുമല്ലോ. ദി സെക്കൻഡ് മാംഗോ ഗീവ്സ് ഹിം സ്ലൈറ്റ്ലി ലെസ് സാറ്റിസ്ഫാക്ഷൻ. ഇനി രണ്ടാമത്തെ മാങ്ങ കഴിക്കുമ്പോഴോ, രണ്ടാമത്തെ മാങ്ങ കഴിക്കുമ്പോൾ ആദ്യം ഒന്ന് കഴിച്ചപ്പോൾ കുറച്ചൊക്കെ ഒരു ചെറുതായിട്ടൊക്കെ ഒന്ന് വിശപ്പടങ്ങി. അപ്പോൾ രണ്ടാമത്തെ മാങ്ങ കഴിക്കുമ്പം അത്രയ്ക്ക് ആദ്യം കഴിച്ച മാങ്ങയുടെ അത്രയും സാറ്റിസ്ഫാക്ഷൻ രണ്ടാമത് കഴിക്കണേന് ഉണ്ടാവില്ല. കാരണം ഓൾറെഡി ഒന്ന് ചെന്ന് കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി ചെറുതായിട്ടൊരു വിശപ്പ് അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ രണ്ടാമത്തെ മാങ്ങ കഴിക്കുമ്പം സാറ്റിസ്ഫാക്ഷൻ ചെറുതായിട്ട് കുറയും. ഇനി മൂന്നാമത്തെ കഴിക്കുമ്പോഴോ അപ്പോഴും സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ 4, 5, 6 ആകുമ്പോഴേക്കും വയറ് പൊട്ടാറാവില്ലേ? അങ്ങനെ കഴിച്ച് ലാസ്റ്റ് ആകുമ്പോഴേക്കും വയറ് നിറഞ്ഞു കഴിയുമ്പം നിർത്തും. അപ്പോൾ ഓരോ മാങ്ങ കഴിക്കുമ്പോഴും 5ാമത്തെ 6ാമത്തെ 7ാമത്തെ ഒക്കെ മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും എന്തായിട്ടുണ്ടാവും? സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. അത് തന്നെയാണ് ഈ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഒരു കൊമോഡിറ്റിയുടെ ഫസ്റ്റ് യൂണിറ്റ് ആയിരിക്കും നമുക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ നൽകുന്നത്. അത് കഴിഞ്ഞ് സെക്കൻഡ് യൂണിറ്റ് സാറ്റിസ്ഫാക്ഷൻ കുറയുന്നു, തേർഡ് യൂണിറ്റ് ആകുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ കുറയുന്നു. അങ്ങനെ എത്ര യൂണിറ്റ് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ നമുക്ക് അതിനോടുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആർത്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യാം. അതുതന്നെയാണ് ഈ ലോ ഓഫ് ഡിമിനിഷിങ് marginal utility. The third mango gives him still less utility and so on. Ultimately, he may reach a stage where he may refuse to eat any more mangoes because at that stage he actually derived disutility. അങ്ങനെ കഴിച്ച് അവസാനം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തില്ലേ? നമുക്ക് എന്തൊരു സാധനം നല്ല വിശന്നിരിക്കുമ്പോൾ ആദ്യം കിട്ടുമ്പോൾ ഭയങ്കര ആക്രാന്തമാണ്. പിന്നെ കുറേ കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ വയറ് നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമുക്കത് കഴിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയെത്തുമ്പം അതിനെയാണ് നമ്മൾ ഡിസ്യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. നമ്മൾ ഒരു കൊമോഡിറ്റിയുടെ ഫസ്റ്റ് യൂണിറ്റ് യൂസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഗ്രേറ്റസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. പിന്നീടുള്ള യൂണിറ്റ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു വരും. അവസാനം യൂസ് ചെയ്ത് നമുക്ക് മതി എന്നുള്ളൊരു അവസ്ഥയിലെത്തും, ഇനി പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലെത്തും. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് നമ്മൾ ഡിസ്യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ സോൺ എന്നുള്ളതിന് സണ്ണോൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് കേട്ടോ, സോൺ എന്നാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളിതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ടേബിളാണ് നോക്കുന്നത്. ദ ഫോളോയിങ് ടേബിൾ ഷോസ് ഹൗ ദ മാർജിനൽ യൂട്ടിലിറ്റി ഗോസ് ഓൺ ഡിമിനിഷിങ് വെൻ വി കൺസ്യൂം ഇൻക്രീസിങ് നമ്പർ ഓഫ് മാംഗോസ്. അതായത് ഈ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി പ്രകാരം ടോട്ടൽ യൂട്ടിലിറ്റിക്കും അതുപോലെ മാർജിനൽ യൂട്ടിലിറ്റിക്കൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഈ ഒരു ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, വളരെ ഈസിയാണ്. ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, മാർജിനൽ യൂട്ടിലിറ്റി ലെസ് ആയിക്കൊണ്ടിരിക്കുകയാണ് മാംഗോസിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ഒരു മാംഗോ കഴിച്ചു, നമ്പർ ഓഫ് മാംഗോസ് എന്നുള്ളിടത്ത് ഒരു മാംഗോ കഴിച്ചപ്പം ടോട്ടൽ യൂട്ടിലിറ്റി 5 ആണ്, മാർജിനൽ യൂട്ടിലിറ്റി 5 ആണ്. ഇനി 2 മാംഗോ ആയപ്പം ടോട്ടൽ യൂട്ടിലിറ്റി 5ൽ നിന്ന് 9 ആയിട്ട് ഉയർന്നു, മാർജിനൽ യൂട്ടിലിറ്റി 5ൽ നിന്ന് 4 ആയിട്ട് താഴ്ന്നു.
അതുപോലെ 3 മാങ്ങ കഴിച്ചപ്പം ടോട്ടൽ യൂട്ടിലിറ്റി 12 കൂടി, മാർജിനൽ യൂട്ടിലിറ്റി 3 ആയി. 4 മാങ്ങ കഴിച്ചപ്പം 14 ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി 2 5 മാങ്ങ കഴിച്ചപ്പം ടോട്ടൽ യൂട്ടിലിറ്റി 15 അതായത് മാക്സിമത്തിലെത്തി, ഇനി കഴിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി. അപ്പം മാർജിനൽ യൂട്ടിലിറ്റി 1 6ാമത്തെ മാംഗോ കഴിച്ചപ്പോൾ നല്ലോണം മാക്സിമം, ഇനി ഒരു മാംഗോ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായി. അപ്പം ടോട്ടൽ യൂട്ടിലിറ്റി 15 തന്നെയാണ്. അപ്പം മാർജിനൽ യൂട്ടിലിറ്റി 0 ആയി. അപ്പം മാർജിനൽ യൂട്ടിലിറ്റി 0 ആയാൽ നമുക്ക് ഉറപ്പിക്കാൻ എന്താണ്, ഇനി ചൊല്ലില്ല, അത്രയും സാറ്റിസ്ഫാക്ഷൻ, ഗ്രേറ്റസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടിക്കഴിഞ്ഞു, ഇനി മാങ്ങ കഴിക്കാൻ പറ്റില്ല. അപ്പം മാർജിനൽ യൂട്ടിലിറ്റി 0 ആയി. ഇനിയും കഴിക്കണമെങ്കിലോ, ഇനി 7ാമതൊരു മാങ്ങയും കൂടി കഴിക്കാനുള്ള സ്ഥലമില്ല, അപ്പോഴേക്കും ടോട്ടൽ യൂട്ടിലിറ്റി കുറയുക ചെയ്യുക, 15 14 ആവും. മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവായി മാറും, അതായത് ഇനി കഴിക്കാൻ കഴിയില്ല, ഡിസ്യൂട്ടിലിറ്റിയിലേക്ക് എത്തും. അപ്പോൾ ഇതാണ് ടോട്ടൽ യൂട്ടിലിറ്റിക്കും മാർജിനൽ യൂട്ടിലിറ്റിക്കും സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിളിൽ നിന്ന് അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഒരു ഡയഗ്രാമാണ്. ഇപ്പോൾ ഡയഗ്രവും ടേബിളൊക്കെ നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എക്സ് ആക്സിസിൽ നമ്മൾ എക്സ് ആക്സിസിൽ യൂണിറ്റ് ഓഫ് മാംഗോസിൻ്റെ എണ്ണമാണ് എടുത്തിരിക്കുന്നത്. വൈ ആക്സിസിൽ ടോട്ടൽ യൂട്ടിലിറ്റി അതുപോലെ മാർജിനൽ യൂട്ടിലിറ്റിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം യൂണിറ്റ് ഓഫ് മാംഗോസ് നമ്മൾ 1, 2, 3 തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മാംഗോസിൻ്റെ എണ്ണം അങ്ങനെയാണല്ലോ വരുന്നത്. ആ ടേബിളിനനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മളിവിടെ ഡയഗ്രാം വരച്ചിരിക്കുന്നത്. ടോട്ടൽ യൂട്ടിലിറ്റി മാർജിനൽ യൂട്ടിലിറ്റി നമ്മുടെ സംഖ്യയ്ക്ക് അനുസരിച്ച് നമ്മൾ 5, 10, 15 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മാംഗോസിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ട് ടോട്ടൽ യൂട്ടിലിറ്റി മാർജിനൽ യൂട്ടിലിറ്റി അടയാളപ്പെടുത്തുക, പോയിൻ്റ് ഇട്ടിട്ട് അടയാളപ്പെടുത്തുക. എന്താണ് ഒരു മാംഗോയ്ക്ക് ഒരു മാംഗോ കഴിക്കുമ്പം ടോട്ടൽ യൂട്ടിലിറ്റി 5, മാർജിനൽ യൂട്ടിലിറ്റി 5 ആണ്. അതുപോലെ 2 മാംഗോ കഴിക്കുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി 9 മാർജിനൽ യൂട്ടിലിറ്റി 4. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഡോട്ട് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മളത് ഒരു കർവായിട്ട് വരയ്ക്കണം. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഒറിജിനലിൽ നിന്ന് മുകളിലേക്ക് വരച്ചിരിക്കുന്നത് ടോട്ടൽ യൂട്ടിലിറ്റി കർവാണ്. അതുപോലെ നമ്മുടെ എക്സ് ആക്സിസിലൂടെയൊക്കെ കടന്നു പോകുന്ന കർവ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി കർവ്. നമ്മുടെ എക്സ് ആക്സിസ് ഒക്കെ കടന്നു പോയി നെഗറ്റീവ് ആവുന്നുണ്ട് അല്ലേ, അപ്പോൾ അതാണ് കാരണമാണ് അത് താഴേക്ക് പോയത്. അപ്പോൾ അത് മാർജിനൽ യൂട്ടിലിറ്റി കർവും മുകളിലുള്ള ആ കർവ് ടോട്ടൽ യൂട്ടിലിറ്റി കർവുമാണ്. അപ്പം നമ്മൾ 6 നമുക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് അല്ലേ. 6 ടോട്ടൽ യൂട്ടിലിറ്റി 15 ആവുന്നത്. സോ 6 മാംഗോ കഴിക്കുമ്പോഴാണ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. അപ്പോൾ അവിടെ ഉള്ളതിനെ നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി ആയിട്ട് ഡോട്ട് ഇട്ടിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ പോയിൻ്റ് ഓഫ് സാറ്റുറേഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ, പോയിൻ്റ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് ആ 6 എന്ന് അടയാളപ്പെടുത്തിയെടുത്തുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഡയഗ്രാം വരുന്നത്. ഓക്കെ, അപ്പോൾ അതെല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു ലോ അനുസരിച്ച് നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റിയും ടോട്ടൽ യൂട്ടിലിറ്റിയും ബന്ധപ്പെടുത്തി പറയാം. അതായത് എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റിക്കും മാർജിനൽ യൂട്ടിലിറ്റിക്കും സംഭവിക്കുന്നതെന്ന് നമ്മൾ ഇത്രയും പഠിച്ച കാര്യം തന്നെയാണ്. അതെന്താണെന്ന് നമുക്കൊന്നുകൂടി നോക്കാം. റിലേഷൻ ബിറ്റ്വീൻ മാർജിനൽ യൂട്ടിലിറ്റി ആൻഡ് ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും തമ്മിലുള്ള ബന്ധം ഈ ഒരു ലോ അനുസരിച്ച്. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റിക്കും ടോട്ടൽ യൂട്ടിലിറ്റിക്കും എന്ത് സംഭവിക്കുന്നു നോക്കാം. മാർജിനൽ യൂട്ടിലിറ്റി ഡിക്ലൈൻസ്, ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസസ് ബട്ട് അറ്റ് ഡിമിനിഷിങ് റൈറ്റ്. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി കുറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, മാർജിനൽ യൂട്ടിലിറ്റി ഡിക്ലൈൻ ചെയ്യുമ്പം ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യണം അല്ലേ. നമ്മുടെ ആ ടേബിൾ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ നോക്കുക, മാർജിനൽ യൂട്ടിലിറ്റി കുറയുമ്പം എന്ത് സംഭവിക്കുകയാണ്, ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത് അല്ലേ. മാർജിനൽ യൂട്ടിലിറ്റി 5 നിന്ന് 4 കുറഞ്ഞപ്പം ടോട്ടൽ യൂട്ടിലിറ്റി 5 നിന്ന് 9 കൂടി. പക്ഷെ ഇൻക്രീസ് ചെയ്യുന്നത് ഒരു ഡിമിനിഷിങ് റേറ്റിലാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് റിലേഷൻ. മാർജിനൽ യൂട്ടിലിറ്റി കുറയുമ്പം ഡിക്ലൈൻ ചെയ്യുമ്പം ടോട്ടൽ യൂട്ടിലിറ്റി ഒരു ഡിമിനിഷിങ് റേറ്റിൽ ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ മാർജിനൽ യൂട്ടിലിറ്റി റീച്ചസ് 0, ടോട്ടൽ യൂട്ടിലിറ്റി റീച്ചസ് മാക്സിമം. മാർജിനൽ യൂട്ടിലിറ്റി 0 എത്തുമ്പോഴോ നമ്മൾ ഈ ടേബിൾ നോക്കുക, മാർജിനൽ യൂട്ടിലിറ്റി 0 എത്തിയപ്പം ടോട്ടൽ യൂട്ടിലിറ്റി എന്താണ് 15 ആയിട്ട് തന്നെ നിൽക്കണം. അതായത് 15 മാക്സിമം സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ മാക്സിമം ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 15. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി 0 ആയപ്പം ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമത്തിലെത്തിയില്ലേ. അതാണ് സെക്കൻഡ് റിലേഷൻ. മാർജിനൽ യൂട്ടിലിറ്റി 0 ആയപ്പം ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമത്തിലെത്തി, 15 അതുപോലെ മാർജിനൽ യൂട്ടിലിറ്റി ബിക്കം നെഗറ്റീവ് ആയൊരു സന്ദർഭം നമ്മൾ കണ്ടു. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവ് ആകുമ്പോഴോ ടോട്ടൽ യൂട്ടിലിറ്റി ഡിക്ലൈൻസ് ഫ്രം മാക്സിമം. മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവ് ആയാലും എന്ത് സംഭവിക്കും, ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമത്തിൽ നിന്നും ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങും, മാക്സിമത്തിൽ നിന്ന് കുറയാൻ തുടങ്ങും. അതായത് 15 നിന്ന് നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി 14 കുറഞ്ഞു അല്ലേ. എപ്പോഴാണ് അങ്ങനെ 14 കുറഞ്ഞത്, നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവ് ആയപ്പോൾ അല്ലേ. നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി -1 ആയപ്പോൾ നോക്കി നോക്കൂ, ടോട്ടൽ യൂട്ടിലിറ്റി 15 നിന്ന് 14 കുറഞ്ഞു. അപ്പോൾ അതുതന്നെയാണ് പറയുന്നത്, മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവ് ആകുമ്പം ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമത്തിൽ നിന്ന് ഡിക്ലൈൻ ചെയ്തു, കുറഞ്ഞു.
അപ്പോൾ ഇതാണ് നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റിയും അതുപോലെ ടോട്ടൽ യൂട്ടിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ, ഈ ഒരു ലോ അനുസരിച്ചുള്ള റിലേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു റിലേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അസംഷൻസ് ഓഫ് ദി ലോ. ഈ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ അസംഷൻസ്, എന്തൊക്കെ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ ഒരു ലോ വന്നിരിക്കുന്നത്, അതുപോലെ തന്നെ ഈ ഒരു ലോയുടെ ലിമിറ്റേഷൻസും പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസും നമ്മളിന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അസംഷൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം നമുക്കൊന്ന് നോക്കാം. ദ യൂണിറ്റ്സ് ഓഫ് കൊമോഡിറ്റി ആർ ഐഡൻറ്റിക്കൽ ഓർ ഹോമോജീനിയസ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് എല്ലാ പ്രോഡക്ട്സും എല്ലാ കൊമോഡിറ്റിയും ഹോമോജീനിയസ് ആണ്, അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ ആണ്. അതായത് രൂപപരമായിട്ടൊക്കെ ഒരേപോലെ ഇരിക്കുന്ന പ്രോഡക്റ്റ്സ് ആണ്. എല്ലാ പ്രോഡക്ട്സും സെയിം ആയിരിക്കും, എല്ലാം കാണാൻ ഒരേപോലെ ഇരിക്കും. കാണാൻ ഒരുപോലെയുള്ള പ്രോഡക്ട്സിനെയാണ് നമ്മൾ ഹോമോജീനിയസ് പ്രോഡക്ട്സ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ലോയുടെ ഒരു അസംഷൻ അതാണ്, എല്ലാ കൊമോഡിറ്റീസും ഹോമോജീനിയസ് അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ ആണ്. അതുപോലെ കൺസ്യൂമേഴ്സ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് റിമെയിൻ അൺചേഞ്ച്ഡ്. അപ്പോൾ ഈ ഒരു ലോയുടെ മറ്റൊരു അസംഷനാണ്. ഈ ഒരു അസംഷൻസ് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു അസംഷൻസ് ആണ് കേട്ടോ. നിങ്ങൾ കേട്ട് നോക്കുക, എന്തായാലും പഠിച്ചു വയ്ക്കുക. അതായത് കൺസ്യൂമറുടെ ടേസ്റ്റും പ്രിഫറൻസും, കൺസ്യൂമറുടെ താല്പര്യങ്ങൾ മാറാതെ ഒരേപോലെ നിലനിൽക്കുന്നു, ചേഞ്ച് ആവാതെ നിൽക്കുന്നു എന്നാണ് ഇതിൻ്റെ മറ്റൊരു അസംഷൻ. ഓക്കെ, എല്ലാ കൊമോഡിറ്റീസും ഹോമോജീനിയസ് അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ ആണ്. അതുപോലെ കൺസ്യൂമറുടെ താല്പര്യങ്ങൾ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് റിമെയിൻ അൺചേഞ്ച്ഡ്, ചേഞ്ച് ആവാതെ ഇങ്ങനെ തന്നെ സ്ഥിരമായിട്ട് നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. അതുപോലെ ദർ ഈസ് നോ ടൈം ഇൻ്റർവെൽ ബിറ്റ്വീൻ കൺസംഷൻ ഓഫ് 2 യൂണിറ്റ്സ് ഓഫ് എ കൊമോഡിറ്റി, കൺസംഷൻ ഷുഡ് ബി കണ്ടിന്യൂസ്. അതായത് ഇതിൻ്റെ മറ്റൊരു അസംഷൻ, ഒരു കൊമോഡിറ്റിയുടെ ഒന്നിൽ കൂടുതൽ യൂണിറ്റ്സ് ഒരാൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ യൂണിറ്റ്സ് ഉപയോഗിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ടാണ്, ഇടയിൽ ഒരു ടൈം ഗ്യാപ്പ് ഒന്നും ഉണ്ടാവുന്നില്ല. അതായത് ഒരു കൊമോഡിറ്റിയുടെ 2 യൂണിറ്റ് ഇപ്പോൾ നമ്മൾ മേടിച്ചു വിചാരിക്കുക, ഒന്നാമത്തെ യൂണിറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ രണ്ടാമത്തെ യൂണിറ്റ് ഉപയോഗിക്കുന്നു. ഈ രണ്ടാമത്തെ യൂണിറ്റ് ഉപയോഗിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ടൈം ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ടൈം ഇൻ്റർവെൽ ഉണ്ടാവുന്നില്ല. ഈ കൺസംഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കൺസ്യൂമർ കൺസംഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ ഒരു ലോ പറയുന്നത്. അതുപോലെ യൂണിറ്റ്സ് ഓഫ് കൊമോഡിറ്റി നോർമൽ സൈസ്, ഒരു കൊമോഡിറ്റിയുടെ എല്ലാ യൂണിറ്റ്സും നോർമൽ സൈസിലുള്ളതാണ് എന്നാണ് പറയുന്നത്. ദർ ഷുഡ് ബി നോ ചേഞ്ച് ഇൻ ഇൻകം ആൻഡ് പ്രൈസ് ഓഫ് ഗുഡ്സ്. അത് മറ്റൊരു അസംഷനാണ്. കൺസ്യൂമറുടെ ഇൻകത്തിലും അതുപോലെ കൊമോഡിറ്റിയുടെ പ്രൈസിലൊന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല, എപ്പോഴും സ്ഥിരമായിട്ട് നിൽക്കും. കൺസ്യൂമറുടെ ഇൻകം എപ്പോഴും സ്ഥിരമായിട്ട് നിൽക്കുന്നു, ഗുഡിൻ്റെ അല്ലെങ്കിൽ കൊമോഡിറ്റിയുടെ പ്രൈസും എപ്പോഴും സ്ഥിരമായിട്ട് നിൽക്കുന്നു. ദ ലോ അസ്യൂംസ് യൂട്ടിലിറ്റി മെഷറബിൾ ഇൻ ടേംസ് ഓഫ് മണി. പിന്നെ ഈ ഒരു ലോ പറയുന്നത് യൂട്ടിലിറ്റിയെ നമുക്ക് പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അളക്കാൻ കഴിയും എന്ന് ഈ ഒരു ലോ പറയുന്നുണ്ട്. ഓക്കെ, യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പറഞ്ഞതാണ് സാറ്റിസ്ഫാക്ഷൻ. ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനെയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയുക. അപ്പോൾ ആ യൂട്ടിലിറ്റിയെ നമുക്ക് പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, മണിയുടെ അടിസ്ഥാനത്തിൽ മെഷർ ചെയ്യാൻ പറ്റും എന്നും ഈ ഒരു ലോ പറയുന്നുണ്ട്. അതുപോലെ ദ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് കൺസ്യൂമർ ഡു നോട്ട് ചേഞ്ച് ഡ്യൂറിങ് കോഴ്സ് ഓഫ് കൺസംഷൻ. അതായത് ഒരു കൊമോഡിറ്റി യൂസ് ചെയ്യുന്ന സമയത്ത് പോലും, കൺസ്യൂം ചെയ്യുന്ന സമയത്ത് പോലും കൺസ്യൂമറുടെ താല്പര്യങ്ങൾ മാറുന്നില്ല എന്നാണ് പറയുന്നത്. കൺസ്യൂമറുടെ ടേസ്റ്റും പ്രിഫറൻസും ഒക്കെ ആ ഒരു കൊമോഡിറ്റി യൂസ് ചെയ്താൽ പോലും മാറുന്നില്ല എന്നും ഈ ഒരു ലോ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ലോയുടെ അസംഷൻസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൽ ഒരുപാട് ഡീമെറിറ്റ്സ് ഉണ്ടെന്ന്, അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ടെന്ന്. പല കാര്യങ്ങളും നമുക്ക് അംഗീകരിക്കാൻ പോലും കഴിയാത്തതാണ്. എല്ലാ പ്രോഡക്ട്സും ഒരേപോലെ ഇരിക്കുന്നതാണ്, ഹോമോജീനിയസ് ആണ്, കൺസ്യൂമറുടെ പ്രിഫറൻസും ടേസ്റ്റും അൺചേഞ്ച് ആണ്. അതുപോലെ ഒരു കൊമോഡിറ്റി യൂസ് ചെയ്ത് അടുത്തത് യൂസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു ടൈം ഇൻ്റർവെൽ ഇല്ല. ഒരു കൊമോഡിറ്റിയുടെ എല്ലാ യൂണിറ്റ്സും നോർമൽ സൈസാണ്. കൺസ്യൂമറുടെ ഇൻകത്തിലും കൊമോഡിറ്റിയുടെ പ്രൈസിലും മാറ്റം വരുന്നില്ല. അതുപോലെ പണത്തെ നമുക്ക് യൂട്ടിലിറ്റിയെ നമുക്ക് പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മെഷർ ചെയ്യാൻ കഴിയും. അതുപോലെ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് പോലും കൺസ്യൂമറുടെ ടേസ്റ്റും പ്രിഫറൻസും ഒന്നും മാറുന്നില്ല എന്നൊക്കെയാണ് ഈ ഒരു ലോയുടെ അസംഷൻസ് പറയുന്നത്. അപ്പം തന്നെ നമുക്ക് എന്ത് നോക്കാം, ഈ ലോയുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലിമിറ്റേഷൻസ് ആൻഡ് എക്സംഷൻസ് ഓഫ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ ഈ ഒരു ലോയുടെ പരിമിതികൾ, മോശം വശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ, ഇറ്റ് മേ നോട്ട് apply to rare collections such as stamps, coins, old painting, coin, etc. അതായത് കോയിൻ ഇന്ന് 2 വട്ടം വന്നിട്ടുണ്ട് കേട്ടോ, 1 വട്ടം എഴുതിയാൽ മതി. കോയിൻസ്, ഓൾഡ് പെയിൻറ്റിങ്സ്, എക്സെട്ര. അതായത് ഈ ഒരു ലോ നമുക്ക് റെയർ കളക്ഷൻസിനൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. റെയർ കളക്ഷൻസ് എന്ന് പറയുമ്പം ഈ പഴയ സ്റ്റാമ്പിൻ്റെ കളക്ഷൻ, അതുപോലെ കോയിൻസിൻ്റെ കളക്ഷൻ, ഓൾഡ് പെയിൻറ്റിങ്സിൻ്റെ കളക്ഷൻ, അങ്ങനത്തെ റെയർ കളക്ഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ റെയർ കളക്ഷൻസിനൊന്നും ഈ ഒരു ലോ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. അതുപോലെ ഇറ്റ് ഡസ് നോട്ട് ഹോൾഡ്
ഗുഡ് ഇൻ ദ കൺസംഷൻ ഓഫ് ലിക്കർ. ദ മോർ എ പേഴ്സൺ ഡ്രിങ്ക്സ് ദ മോർ ഹി ലൈക്സ്. അപ്പോൾ നമുക്ക് ലിക്കറിൻ്റെ കാര്യത്തിൽ ഈ ഒരു ലോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ലിക്കർ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ലഹരി പദാർത്ഥങ്ങളെയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ലഹരി പദാർത്ഥങ്ങളുടെ കാര്യത്തിൽ നമുക്ക് ഈ ഒരു ലോ അപ്ലൈ ചെയ്യാൻ കഴിയില്ല. അത് നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. ഈ ഒരു ലോ പറയുന്നത് എന്താണ്, ഒരു കൊമോഡിറ്റിയുടെ ഓരോ യൂണിറ്റ് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ കുറയുകയാണെന്ന് പറയുന്നത്. പക്ഷേ ലിക്കറിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണോ, ഈ മദ്യത്തിൻ്റെയൊക്കെ കാര്യത്തിൽ അങ്ങനെയാണോ? മദ്യം നമുക്ക് കഴിക്കുന്നതിനനുസരിച്ച് നമുക്ക് അതിനോടുള്ള ആ ഒരു ലഹരി അല്ലെങ്കിൽ നമുക്കുള്ള ആ ഒരു കിക്ക് കൂടുകയാണ് ചെയ്യുക. അല്ലാതെ ഒരിക്കലും നമുക്കത് കുറയുന്നില്ല. നമുക്ക് ഫസ്റ്റ് ഒരു ഗ്ലാസ് കഴിച്ച് പിന്നെ സെക്കൻഡ് ഗ്ലാസ് കഴിക്കുമ്പം നമുക്ക് അതിനോടുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആർത്തി കൂടുകയാണ് ചെയ്യുക, നമുക്ക് സാറ്റിസ്ഫാക്ഷനും കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ലിക്കറിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളുടെ കാര്യത്തിൽ നമുക്ക് ഈ ഒരു ലോ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ ദ ലോ ഡസ് നോട്ട് അപ്ലൈ ടു മൈസർ. ദ മൈസർ ഹാസ് ഇമ്മൻസ് ലവ് ഫോർ മണി. എ മൈസർ ഗെറ്റ്സ് മോർ ആൻഡ് മോർ സാറ്റിസ്ഫാക്ഷൻ ഫ്രം ഗെറ്റിംഗ് മോർ ആൻഡ് മോർ മണി. അപ്പോൾ നമുക്ക് മൈസറുടെ കാര്യത്തിൽ ഈ ഒരു ലോ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഈ മൈസർ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നല്ല പണത്തിനോടൊക്കെ നല്ല ആർത്തിയുള്ള ആൾക്കാർ അല്ലെങ്കിൽ നല്ല പിശുക്കന്മാർ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പം അങ്ങനെ പിശുക്കന്മാരുടെ കാര്യത്തിലൊന്നും ഈ ഒരു ലോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ കാര്യത്തിൽ എന്ത് കാര്യത്തിലാണ് നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റാത്തത്? പണത്തിൻ്റെ കാര്യത്തിലല്ലേ. മൈസർ എന്നല്ല, ഏത് മനുഷ്യൻ്റെ കാര്യം എടുത്താലും പണം കിട്ടുന്നതിനനുസരിച്ച് മനുഷ്യന് അതിനോടുള്ള ആർത്തി കൂടുകയാണ് ചെയ്യുക, ഒരിക്കലും കുറയുന്നില്ല. എത്ര പണം കിട്ടുന്നോ അതിനനുസരിച്ച് കൂടുമ്പോൾ നമുക്ക് യൂണിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഒരു 10 രൂപയുടെ നോട്ട് കിട്ടി, അത് കഴിഞ്ഞ് സെക്കൻഡ് രണ്ടാമത്തെ യൂണിറ്റ് വീണ്ടും ഒരു 10 രൂപയുടെ നോട്ട് കിട്ടിയാൽ സാറ്റിസ്ഫാക്ഷൻ കുറയില്ല. 10 20 ആയല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ കൂടുക ചെയ്യുക, ഇനിയും കിട്ടാൻ നമുക്ക് ആഗ്രഹം കൂടുകയാണ് ചെയ്യുക. അപ്പോൾ മനുഷ്യൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പിശുക്കന്മാരുടെ കാര്യത്തിലൊന്നും ഈ ഒരു ലോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം പണം കിട്ടുന്നതിനനുസരിച്ച് അതിനോടുള്ള ആഗ്രഹം കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ദ ലോ കനോട്ട് അപ്ലൈ ടു മണി. ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി നെവർ ഫാൾസ് ടു സീറോ. അതുപോലെ പണത്തിൻ്റെ കാര്യത്തിൽ ഈ ഒരു ലോ നമുക്ക് ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം പണത്തിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി ഒരിക്കലും സീറോ ആവില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ലോയിൽ പറഞ്ഞു, നമ്മൾ ഈ ലോയിൽ മാർജിനൽ യൂട്ടിലിറ്റി സീറോ ആവുന്ന സന്ദർഭം വരുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരിക്കലും പണത്തിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി ഒരിക്കലും സീറോ ആവില്ല. അതുകൊണ്ട് തന്നെ പണത്തിൻ്റെ കാര്യത്തിൽ നമുക്കിത് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ദ ലോ ഫെയിൽസ് വെൻ ദർ ഈസ് ലാർജ് നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് ടു കൺസ്യൂം എ കൊമോഡിറ്റി. അതായത് ഒരു കൊമോഡിറ്റി യൂസ് ചെയ്യാൻ ഒരുപാട് കൺസ്യൂമേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു കൊമോഡിറ്റിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കൺസ്യൂമേഴ്സ് വെയിറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ലോ പക്കാ ഫെയിലിയർ ആണ്. ഓക്കെ, ഈ ഒരു ലോ ഫെയിലാവും. ഒരു കൊമോഡിറ്റി യൂസ് ചെയ്യാൻ ഒന്നിലധികം കൺസ്യൂമേഴ്സ് ഉണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു ലോ ഫെയിലാവും. അതുപോലെ വെൻ എ കൺസ്യൂമർ കൺസ്യൂംസ് എ കൊമോഡിറ്റി ഫോർ ദ ഫസ്റ്റ് ടൈം ഹി മേ ഗെറ്റ് ഇൻക്രീസിങ് മാർജിനൽ യൂട്ടിലിറ്റി for some time. For example, a man seeing the television for the first time. അതായത് ഈ ഒരു ലോ പറയുന്നുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ കുറയുന്നു എന്നാണ് ഈ ഒരു ലോ പറയുന്നത്. പക്ഷെ ഒരാൾ ഒരു കൊമോഡിറ്റി ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് വിചാരിക്കുക, ഏറ്റവും ആദ്യമായിട്ടാണ് ഒരു കൊമോഡിറ്റി ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കിങ്ങനെ പറയാൻ പറ്റില്ല, ഒരിക്കലും അയാളുടെ മാർജിനൽ യൂട്ടിലിറ്റി കുറയല്ല ചെയ്യുക, അയാളുടെ മാർജിനൽ യൂട്ടിലിറ്റി കൂടുകയാണ് ചെയ്യുക, ആദ്യമായിട്ടാണ് ആ കൊമോഡിറ്റി യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. അതിന് എക്സാമ്പിൾ പറയുന്നുണ്ട്. അതായത് ഒരു മനുഷ്യൻ ആദ്യമായിട്ടാണ് ടെലിവിഷൻ കാണുന്നത് എന്ന് വിചാരിക്കുക. ടി വി ആദ്യമായിട്ട് കാണുന്ന ഒരു മനുഷ്യന് അത് കാണുന്തോറും അതിൻ്റെ അടുത്തുള്ള ആഗ്രഹം കൂടും. അല്ലെങ്കിൽ ഇപ്പോൾ ഫോൺ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് അതെന്താണെന്ന് അറിയില്ല. നമ്മൾ എപ്പോഴും ഫോൺ യൂസ് ചെയ്യുന്നവരാണ്, അതുകൊണ്ട് നമുക്കത് എന്താണെന്ന് അറിയാം. പക്ഷേ ആദ്യമായിട്ട് ഫോൺ കിട്ടുന്ന ഒരാൾ അത് ഉപയോഗിക്കും തോറും അയാൾക്ക് സാറ്റിസ്ഫാക്ഷൻ കൂടുക ചെയ്യുക. അതുപോലെ ടി വിയുടെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ടി വി കാണുന്ന ഒരാൾക്ക് അത് ഉപയോഗിക്കും തോറും അതിനോട് അത് വീണ്ടും വീണ്ടും കാണാൻ കൊതി കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഒരു കൊമോഡിറ്റി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഇപ്പോൾ ഈ ഒരു ലോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ലോയുടെ ലിമിറ്റേഷൻസ് വരുന്നത്. വലിയ പോയിൻറ്റ്സ് കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട, വളരെ ഈസിയാണ് പഠിക്കാൻ. മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ വേർഡ്സിൽ വേണമെങ്കിൽ എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം കൂടിയാണ് ഇതിൽ വരുന്നുള്ളൂ, പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് ദ ലോ. ഈ ഒരു ലോയുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന്. ഹെൽപ്ഫുൾ ഇൻ ടാക്സേഷൻ. ഇത് ടാക്സേഷനൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ലോയാണ്. അതുപോലെ ബേസിസ് ഓഫ് ദ പോളിസി ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. അപ്പോൾ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് നമുക്കറിയാം, സമ്പത്ത് എപ്പോഴും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ആ ഒരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്ന പോളിസിക്ക് ഒരു ബേസ് അല്ലെങ്കിൽ ഒരു ബേസിസ് ആണ് ഈ ലോ. അതുപോലെ ഹെൽപ്ഫുൾ ഇൻ റെഗുലേറ്റിംഗ് ഡെയിലി എക്സ്പെൻഡിച്ചർ. ഡെയിലി എക്സ്പെൻഡിച്ചറൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വളരെയധികം ഹെൽപ്ഫുൾ ആണ് ഈ ഒരു ലോ. അതുപോലെ ഡിറ്റർമിനേഷൻ ഓഫ് മാർക്കറ്റ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അതുപോലെ ഹെൽപ്ഫുൾ ടു ദ മോണോപ്പൊളിസ്റ്റിനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലോയാണ്. അതുപോലെ ബേസിസ് ഓഫ് എക്കണോമിക് ലോസ്. ഓക്കെ, ലോസ് എന്നാണ് കേട്ടോ, LAWS ലോസ് എന്നാണ്. അപ്പോൾ പല എക്കണോമിക് ലോസിനും ഇത് ബേസായിട്ട് നമുക്ക് ഉപയോഗിക്കാം, ബേസിസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ടാക്സേഷൻ യൂസ് ചെയ്യുന്നു, ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്തിന് യൂസ് ചെയ്യുന്നു, ഡെയിലി എക്സ്പെൻഡിച്ചർ
റെഗുലേറ്റ് ചെയ്യാൻ, അതുപോലെ മാർക്കറ്റ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ, മോണോപോളിസിന് ഹെൽപ്ഫുള്ളാണ്, എക്കണോമിക് ലോസിനൊരു ബേസാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ലോയുടെ പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ ഈ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും നമ്മളിന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്